വെൽക്കം ടു മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ചക്കപ്പഴം, വരിക്ക ചക്കയോ കൂടിച്ചക്കയോ ആണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത നല്ല മധുരമുള്ള ചക്കപ്പഴം മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. വറുത്ത് പൊടിച്ച അരിപ്പൊടി. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് പൊടിച്ചോട്ട് തരങ്ങില്ലാത്ത അരിപ്പൊടിയാണ്. നല്ല സോഫ്റ്റ് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത്ര ബൗളിലേക്ക് ഇടാം. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 1 നുള്ളു ഉപ്പ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 1/4 കപ്പ് വളരെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചക്കയട തിന്നുമ്പോൾ ഇങ്ങനെ തേങ്ങ കടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ നെയ്യോടുകൂടി തന്നെ തേങ്ങ ഇതിലേക്കിടാം. 1.5 കപ്പ് ചക്ക ചേർക്കാം. അരിപ്പൊടിയേക്കാൾ കൂടുതൽ ചക്ക ചേർക്കണം, എന്നാലേ നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഉരുക്കിയ ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. 200 ഗ്രാം ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്തിരിക്കുന്നത്. നല്ല ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഇതൊരു 3/4 സ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. പഞ്ചസാര ചേർത്ത് പൊടിക്കുവാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. 1/4 സ്പൂൺ ചുക്ക് പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് പാകമാണെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇച്ചിരി കൂടെ ഹാർഡായിട്ട് വേണമെങ്കിൽ വെള്ളം കുറയ്ക്കാം. ഞാനൊരു 1/4 കപ്പ് തേങ്ങ കൂടി ചേർത്തായിരുന്നേ. ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് തേങ്ങ വേണം. അപ്പോൾ 1.5 കപ്പ് പൊടിക്ക് 1.5 കപ്പ് തേങ്ങ തന്നെ ചേർത്തിട്ടുണ്ട്. ഇത് വാഴയിലേക്ക് വെച്ചിട്ട് വാഴയില കൊണ്ട് തന്നെ അങ്ങോട്ട് അടച്ചതങ്ങ് പരത്താം. വാഴയില ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് പരന്ന് വരും. അപ്പം അതൊക്കെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഈവനാക്കിയാൽ മതി. ഞാൻ ഇടന ഇലയിലും കുറച്ചുണ്ടാക്കുന്നുണ്ട്. ഒരു സ്റ്റീമറിലോ ഇടിയപ്പ പാത്രത്തിലോ വെച്ച് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. അതിൻ്റെ ആ തിക്നെസ് അനുസരിച്ചാണ് അതിൻ്റെ വേവ്. എടുത്തിട്ട് എല്ലാ ഭാഗവും ഈവനായിട്ട് വെന്തില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വെച്ചാൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ട് വേവും. ഇരുപത് മിനിറ്റ് വെച്ചപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ, ഇതുണ്ടോ, നല്ലൊരു മണം. ഇടനേല ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു മണം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ലൊരു ടെക്സ്ചർ ഉണ്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റിന് ഞാൻ ഗ്യാരണ്ടി. പിന്നെയും ഒരു വീഡിയോയിൽ കാണാം. ബൈ നൗ.